അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. മുഹ്സിന തൻ്റെ റൂമിൻ്റെ വാതിലിനടുക്കൽ നിൽക്കുകയാണ്. അവൾ ആ കോണിപ്പടികളിലൂടെ കയറി ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട സിനാനും ഞാനും കിടന്നിരുന്ന ആ റൂമിലേക്ക് പോകാനാണ് അവൾക്ക് താല്പര്യം. പക്ഷേ അവൾക്ക് വേണ്ടി നൽകിയ ആ റൂം അത് താഴെയുള്ളതായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയമായിരുന്നു മുകളിലേക്ക് പോകുവാൻ. ആ ദിവസം അവൾക്ക് ഒരുപാട് കൊതിയായി. റബ്ബേ, എനിക്കൊന്ന് ഞങ്ങളുടെ ആ പഴയ റൂമിലേക്ക് ഒന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ. സിനി വരുമ്പോൾ എനിക്ക് അവിടെ അവകാശമില്ലെന്ന് തോന്നുന്നു. ഞാൻ താഴെയുള്ള ഈ റൂമിൽ തന്നെയായിരിക്കും. അവളുടെ പ്രതീക്ഷകൾ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനു വിളിച്ചിട്ടേ ഇല്ല ഇതുവരെയായിട്ട്. എന്നോട് വരുമെന്ന് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇവിടെ വീടുകളിലായിട്ട് ചില അയൽവാസികളും കുടുംബങ്ങളും വന്നു പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. എന്താണാവോ? അവരുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യം ഉപ്പ പോലും ശരിക്കറിഞ്ഞിട്ടില്ല, ഉപ്പയോട് പറഞ്ഞിട്ടില്ല. പലരും ചോദിക്കുന്നേ കേട്ടു, അല്ല ബഷീറേ, എൻ്റെ വീട്ടിൽ ഒരു കല്യാണം കൂടി, അപ്പം എനിക്ക് എത്ര മക്കളാ? എല്ലാവരുടെയും ആ ചോദ്യം കേട്ട് ശരിക്കും അദ്ദേഹം ഞെട്ടുകയായിരുന്നു. റബ്ബേ, എന്തൊക്കെയാണ് വിളി കാണിച്ചു കൂട്ടുന്നത്? പാവം മുഹ്സി, ഓൾക്ക് സമാധാനം ഉണ്ടാവുമോ റബ്ബേ? ഇങ്ങനെയൊക്കെ ഇവൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ കേസ് കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കാണ്. ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല പഠിച്ചോനെ, ഞാൻ പോവാണ് ഇവിടുന്ന്. എന്തിന്? സമാധാനമില്ലാത്ത ഈ ഒരു വീടും സ്ഥലവും ഒന്നും എനിക്ക് വേണ്ട. മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം മതി. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരാളെ കീഴിൽ, അതും സ്വന്തം ഭാര്യൻ്റെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു ജീവിതം മടുത്തു. സ്വന്തം വീട്ടിൽ പോലും സമാധാനത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് എനിക്ക് കാണാൻ കഴിയില്ല റബ്ബേ. ഈ വീട്ടിൽ നടക്കുന്ന കാഴ്ചകൾ. ആ പിതാവിന് നല്ല സങ്കടമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ കൈവിട്ടു പോയി. എല്ലാം തൻ്റെ കഴിവുകേട് തന്നെയാണ്. തൻ്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ വിട്ടുകൊടുത്തത്. ഞാൻ കരുതി എൻ്റെ മക്കളുടെ ഉമ്മയല്ലേ, അവൾ എൻ്റെ സ്വന്തമല്ലേ, അവൾക്കല്ലാതെ പിന്നെ ആർക്ക് കൊടുക്കാനാ? എല്ലാം അവളെ പേരിൽ തന്നെ എഴുതിക്കോട്ടെ, അങ്ങനെയാകുമ്പോൾ അത് സുരക്ഷിതമാകും. അന്ന് എനിക്ക് പറ്റിയ കയ്യബദ്ധം പഠിച്ചവനെ, ഇപ്പോഴാണ് ഞാൻ മേലോട്ട് നോക്കുന്നത്. ഇപ്പോൾ അവളുടെ ഭരണമാണിവിടെ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാവരെയും. എൻ്റെ പൊന്നു മോളെ മക്കളെയും അവൾ പറഞ്ഞയച്ചു. തോന്നിയല്ലോ അവൾക്ക് അങ്ങനെ. അവൾ എത്ര വർഷം കഴിഞ്ഞ് വന്നതാ. ആ ഒരു വേദന പോലും ഓൾക്കില്ല. പറയുമ്പോൾ പെറ്റ ഉമ്മയാണ്. സ്വന്തം മോളെ ആട്ടിയെങ്കിൽ എന്തായാലും എന്നെയും വൈകാതെ ഇവിടുന്ന് പുറത്താക്കും. ഞാൻ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ ഈ ഒരു വീട്, സ്ഥലം, അതൊക്കെ എനിക്കൊരു നോക്കുകുത്തിയായി കാണുവാനേ ഭാഗ്യമുള്ളൂ. അല്ലാതെ ആസ്വദിക്കുവാനും സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയാനുള്ള ഭാഗ്യമില്ല. സാരില്ല, എന്നാലും വേണ്ടില്ല. സമാധാനമാണ് വേണ്ടത്. ഒരുപാട് വലിയ വീടും കാര്യങ്ങളൊന്നല്ല, സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടുകയാണെങ്കിൽ റബ്ബേ എനിക്കത് മതി. പാവം, അതിനു മുമ്പായിട്ട് ആ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. മുഹ്സിനിയെ ഇവിടെ നിർത്തുന്നത് ഒട്ടും ശരിയല്ല. അവൾ വേലക്കാരിയുടെ റോളിലേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. ഉപ്പയുടെ മനസ്സിൽ പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഉപ്പ ആലോചിച്ചിരിക്കുന്നത് മുഹ്സി കണ്ടപ്പോൾ, ഉപ്പ എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? മോളെ ഒന്നുമില്ല. എന്താടി? എൻ്റെ കുട്ടിനെ ഉപ്പ അങ്ങോട്ട് കൊണ്ടാക്കി തരട്ടെ. ഉപ്പ എങ്ങോട്ട്? അല്ലേ, മോളുടെ വീട്ടിലേക്ക്. മോളെ ഇവിടെ നിന്നവർ, പക്ഷേ അത് സാരമില്ലപ്പാ. അറബിയും എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്ഷമിച്ചാൽ വിജയം ഉണ്ടാവുമെന്ന്. മോളെ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഉപ്പാനും മോള് ഇനിയും ഇവിടെ കഷ്ടപ്പെടുന്ന കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്തൊക്കെ തന്നെയായാലും സിനാനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കാണ്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. എന്തിനാ മോളെ? മോൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചം വേറെ തരും. ഒരിക്കലും ഓൻ്റെ കൂടെ ഈ ജീവിക്കണ്ട. അങ്ങനത്തെ ചെറ്റത്തരം അവൻ ചെയ്യുകയാണെങ്കിൽ
ഒരിക്കലും സിനാൻ്റെ കൂടെ മോള് ജീവിക്കരുത് കേട്ടോ. എനിക്കതിഷ്ടമല്ല, താല്പര്യമില്ല ഇടങ്ങാറായി ജീവിക്കാൻ. സിനാൻ അങ്ങനെ ഒരു ചറ്റത്തരം ചെയ്യുകയാണെങ്കിൽ മോൾക്ക് പുതിയൊരു ബന്ധം ഉപ്പ കൊണ്ടുവന്ന് തരും. മോള് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉപ്പ വേണ്ടുപ്പ, അല്ല ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല ഒരിക്കൽ പോലും ഞാൻ. റബ്ബേ ഉപ്പ വേണ്ട, എൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ സിനുവുമായി. ഇനി മറ്റൊരു വിവാഹം, ഹേയ് അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. മരിക്കുന്നത് വരെ സിനുവിൻ്റെ കൂടെ ജീവിക്കാനാണുപ്പാ എനിക്കിഷ്ടം. അല്ലാതെ മോളെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിൻ്റെ മനസ്സിലുള്ളതെല്ലാം എനിക്കറിയാം. നീ അങ്ങനെ ഒരു പെണ്ണാണ്, മറ്റൊന്നും വേണ്ടാത്ത ചിന്തകളും ഒന്നുമില്ലാത്ത നല്ല മോളാണത്. എനിക്ക് നന്നായിട്ടറിയാം. മോളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ? സിനു ഇത്ര ദിവസമായി നിനക്ക് വിളിച്ചിട്ടെന്ന് പറഞ്ഞു. അതുപോലെ അവൻ്റെ മറ്റൊരു കല്യാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. മോളുടെ റൂമിൽ നിന്ന് മോളെ താഴോട്ടിറക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും മോൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നു? മോൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇവിടെ കഴിയുന്നു? ഉപ്പ, ഞാൻ എങ്ങനെ നിൽക്കാതിരിക്കും? എൻ്റെ ആങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോവാൻ ആവില്ലെന്ന് കരുതിയിട്ടാണ് ഇവിടെ നിന്നോളാം. ഉപ്പ, എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞാൻ ഇവിടെ നിന്നോളാം. എൻ്റെ ജീവിതം അങ്ങനെ ആയിക്കോളും. അല്ല എന്ത് ഞാൻ ചെയ്യാൻ? എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. മോളെ, മോളുടെ ഉമ്മയും ആങ്ങളെയും എന്തായാലും മോളെ നോക്കാതിരിക്കില്ല. ഇവിടെ ആ ഒരു കാഴ്ച കാണാൻ മോളെ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഉപ്പ സാരല്ല, ഇത്ര ദിവസം സിനുവിൻ്റെ ഭാര്യയായി കഴിഞ്ഞല്ലോ, അതെന്നെ വലിയ സന്തോഷം, റാഹത്ത്. ഇനി ഞാൻ മരിക്കുകയാണെങ്കിലും സിനുവിൻ്റെ ഭാര്യയായിട്ട് തന്നെ എനിക്ക് മരിച്ചാൽ മതി. അല്ലാതെ മറ്റൊരു എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അവൾ കരയുകയായിരുന്നു. മോളെ, നീ കരയല്ലേ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. സിനാൻ്റെ ഭാര്യയായിട്ട് മരിക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ, ഒന്നും നീ ശ്രദ്ധിക്കണ്ട. പടച്ച റബ്ബിൻ്റെ തുണ നിനക്കുണ്ടാവും. എന്നെങ്കിലും മോളെ, ഉപ്പ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മോളെ ബാപ്പാനെ വിളിച്ചോണ്ടി, ഉപ്പ വിളിച്ചോണ്ടി ഉപ്പാനെ. ഉപ്പ അതിനുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യും, ഉറപ്പാണ്. ഉപ്പ, എനിക്ക് സിനാനെ വിട്ടെങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. സത്യമായിട്ടും എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഇഷ്ടം. ഇനി ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല എങ്കിലും മറ്റൊരുത്തിയാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് എങ്കിലും സിനുവിൻ്റെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം അതെങ്കിലും എനിക്ക് തരണം. അതൊരിക്കലും ഒഴിവാക്കരുത്. ഞാൻ വിചാരിക്കും എൻ്റെ സ്വന്തം സിനു എന്നെ വിട്ട് എന്നോ പോയി, പക്ഷേ എന്ന് കരുതി എനിക്ക് അവനെ വിട്ടു പോകാൻ കഴിയില്ലപ്പാ. മുഹ്സിന കരഞ്ഞുകൊണ്ടാണ് ഉപ്പയോട് കാര്യങ്ങൾ പറയുന്നത്. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് കയറി വന്നു. എന്താ രണ്ടാളും കൂടി വലിയ വർത്താനം? അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കാരണം ഉമ്മയോട് തർക്കിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മാക്ക് ഓരോ വാശിയാണ്. അതേ നടക്കൂ, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അവൾക്ക് വേണ്ടി കരുതിയ ബെഡ്റൂം. റബ്ബേ, ആഗ്രഹമുണ്ട് അവിടെ ഒന്ന് പോകാൻ, അവിടെ പോയി ഒന്ന് പൊട്ടിക്കരയാൻ. പെട്ടെന്ന് ഉമ്മ അവളെ വിളിച്ചു. മുഹ്സിന. എന്തോ ഉമ്മ? മുകളിൽ ഇപ്പോൾ 4 ദിവസമായിലാണ് കയറിയിട്ട്, നന്നായിട്ടൊന്ന് പോയി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് വാ. ഞാനാണ്ട് കടത്തരുതിട്ട, കല്യാണക്കാരൊക്കെ വരും. നല്ലോണം അടിച്ചു വാരി തുടച്ചിട്ടാളാ. പിന്നെ ആ മോപ്പോണ്ടുള്ള തുടക്കലുണ്ടല്ലോ, ആ വടിയോണ്ട്, അത് വേണ്ട. ഷീലോണ്ട് നല്ലോണം നനച്ച് തുടച്ചിട്ട് എടുത്താളാ, എന്നാലേ വൃത്തിയാവുള്ളൂ. പൊടി പാറിയിക്കണമെങ്കിലേ ജനലും വാതിലും ഒക്കെ ഞാൻ തുടച്ചിട്ടാളാ. അവളുടെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. പഠിച്ചോനെ, എന്നോട് അങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞതാണ്, ഇപ്പോഴത് എനിക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നു. അവൾ വളരെയധികം സന്തോഷത്തോടെ റൂമിലേക്ക് കയറിപ്പോകുന്നു. ഒരു കോട്ടൺ തുണിയും ബക്കറ്റുമുണ്ട് അവളുടെ അടുക്കൽ. അത് ഉമ്മ കൊടുത്തതാണ്. ഇതേറ്റ് പോയി തുടച്ചോ, മോപ്പ് എടുക്കണ്ട കേട്ടോ. എങ്കിൽ അവൾക്ക് സന്തോഷമായിരുന്നു. അവൾ നേരെ ചെന്നത് തൻ്റെ മണിയറയിലേക്കായിരുന്നു. റബ്ബേ പഠിച്ചോനെ, എന്താ എൻ്റെ വിധി ഇങ്ങനെ? ഇനി എനിക്കൊരിക്കലും ഈ ഒരു ബെഡിലിരിക്കാൻ കഴിയില്ലേ? ഇവിടെ എനിക്ക് സ്ഥാനമില്ലേ റബ്ബേ? അവൾ തൻ്റെ മണിയറയിൽ ഞാനും സിനുവും ആദ്യമായി കണ്ടുമുട്ടിയ ആ റൂമിൽ അവൾ ചുറ്റുഭാഗത്ത് നോക്കി. എൻ്റെ സിനുവിൻ്റെ ശ്വാസം തട്ടിയ റൂം സത്യം പറഞ്ഞാൽ
ഇവിടെ കിടക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. 4 ദിവസമായി ഉമ്മ എന്നെ താഴേക്ക് കൊണ്ടുപോയി. ഇനി നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ്. റബ്ബേ, എന്തിനാണ് എന്നോടത് ഇങ്ങനെ ഇത്രമാത്രം? എനിക്ക് പെട്ടെന്ന് താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു, മുഹ്സിന, മുഹ്സിന. ആ, എന്തോ ഉമ്മ? പിന്നെ അവിടെ പോയി സ്വപ്നം കണ്ടിരിക്കാനല്ല, വേഗം അടിച്ചൊരു തുടച്ചുകൊണ്ട് പൂട്ടിയിട്ട് പോരെ. ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. റബ്ബേ, ഈ പെണ്ണിന് ഈ റൂമിലേക്ക് സിനുവിൻ്റെ ഭാര്യയായിട്ട് ആരാ വരുന്നത്? എനിക്ക് അറിയുന്നില്ല. അവൾ കണ്ണീര് തോർത്തി. അവൾ അവിടെയെല്ലാം അതാ ഷീല മുക്കിപ്പിഴിഞ്ഞ് നല്ല രീതിയിൽ തുടക്കുന്നു. സിനു, എനിക്ക് സിനു ഇല്ലാത്ത ജീവിതം ആലോചിക്കാൻ കഴിയുന്നില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ മനസ്സിൻ്റെ ആ ഒരു കോണിൽ ചെറിയൊരു സ്നേഹം അതെനിക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് മുഴുവനായിട്ട് അവൾക്ക് കൊടുക്കരുത്. അത്രക്കും എനിക്ക് സിനുവിന് ഇഷ്ടമാണ്. ഞാൻ സിനുവിൻ്റെ സാന്നിധ്യം മാത്രമാണ് കൊതിക്കുന്നത്. പക്ഷേ എന്നെ ഇഷ്ടമില്ലല്ലോ. സാരില്ല, പക്ഷേ എങ്കിലും അല്പമെങ്കിലും സ്നേഹം എനിക്ക് വേണ്ടി ബാക്കി വെക്കണം. അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൾ ആ ചുവരുകൾ നോക്കി, ആ അലമാരകൾ നോക്കി, ആ ബെഡ് നോക്കി, കട്ടിൽ നോക്കി അവൾ തേങ്ങുന്നുണ്ടായിരുന്നു. ഉമ്മ വീണ്ടും, മുഹ്സിന, അതിൻ്റെ തുടക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഓ, പറഞ്ഞയച്ചോ കുടുങ്ങിപ്പോയോ? അവൾ അവിടെ പോയി ഒട്ടി തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൾക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല. ആ അലമാരക്കുള്ളിൽ നിന്നിരുന്ന അവളും സിനും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അത് കണ്ട് അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, എത്ര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും എന്നോട് ഞാൻ എന്തിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്? റബ്ബേ, സാരല്ല, ഒക്കെ ഉമ്മ പറഞ്ഞതായിരിക്കും. ഉമ്മയുടെ കസ്റ്റഡിയിലല്ലേ കാര്യങ്ങളൊക്കെ. എന്നാലും സിനു എന്നോട് എന്തിനത് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്ക് ഇത് സഹിക്കാൻ കഴിയില്ലല്ലോ സിനു. ഞാനുണ്ടായിട്ടും നീ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നിനക്കിതിന് കഴിയുമെന്നോ? അവൾ കരയുകയായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ഭയമായി. പഠിച്ചോനെ, ഉമ്മ ഉണ്ട് താഴത്ത്, ഇപ്പം വിളിക്കും, ചീത്ത പറയും. അവൾ പെട്ടെന്ന് അവിടെയെല്ലാം തുടക്കാനുള്ളത് ബാക്കി വൃത്തിയാക്കി കണ്ണീർ തുടച്ചുകൊണ്ട് തട്ടത്തിൻ്റെ ആ ഒരു തല കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് അവൾ താഴോട്ടിറങ്ങുന്നു. എന്താ മുഹ്സിന, എന്താ എനിക്ക് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പോയതേപോലല്ലോ ഇറങ്ങുമ്പോൾ? ഉമ്മയുടെ പെട്ടെന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ഞെട്ടിപ്പോയി. ആ ഉമ്മ, അത് കണ്ണിലെന്തോ. ആ, കണ്ണിലങ്ങനെ പലതും മുഖം. പിന്നെ മുഹ്സിന, എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എൻ്റെ മോന് സിനാന് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഓൻ്റെ വയറ്റിൽ അങ്ങോട്ട് റൂമൊക്കെ വണ്ടരുത് കേട്ടോ. എൻ്റെ റൂം എന്ന് മുതൽ ഇതാണ്, ഇതാ ഈ കോണിയുടെ അടുത്തുള്ള ഈ റൂമാണ് എൻ്റെ റൂം. ഇവിടെ എന്താ സൗകര്യക്കുറവ്? നല്ല വിശാലമായ റൂമാണല്ലോ. പിന്നെ എൻ്റെ മോനെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് ചിലപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്ന് കരുതിയിട്ട് ഈ ഓനെ ശല്യപ്പെടുത്താനോ ഓൻ്റെ കൂടെ പോകാനോ നിൽക്കരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഉമ്മ, അവൾ കരയുകയായിരുന്നു. മോങ്ങാതെ ആ വെള്ളം കൊണ്ടേ മറിച്ചുകാണ്ട് ബാക്കിയുള്ള പണി നോക്കിക്കൂടെ. ആ വെള്ളം അവൾ ഒഴിക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ സിനു എത്തും. എന്തൊക്കെ കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വരും എനിക്കറിയുന്നില്ല. റബ്ബേ, നീ കാക്ക്. മോൾട്ടിത്തുണ്ടെങ്കിലും വലിയൊരു സമാധാനമായിരുന്നു. പക്ഷേ എന്തപ്പോൾ ചെയ്യുക? മോൾട്ടിത്ത് പോയി. ഇനി മോൾട്ടിത്തെ അളിയനും ഒരുമിച്ചാവും വരിക. അല്ലാതെ അതിന് മുമ്പായിട്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് മോൾട്ടിത്തിയോട് സംസാരിക്കാമായിരുന്നു ഉള്ള തുറന്ന്. പക്ഷെ ഫോൺ ചെയ്യാനും ശരിക്കൊരു സ്വാതന്ത്ര്യമില്ല. ഉമ്മ നോക്കി നിൽക്കും. പഠിച്ചവനെ, എന്താ ചെയ്യുക? വീട്ടിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമില്ല. ഇവിടെ പിടിച്ചു നിൽക്കുക, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കുക, അത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലാതെ അവൾ വീണ്ടും വെള്ളമെടുത്ത് കോണിപ്പടികൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, മോപ്പെടുക്കരുത്, മൊഫ് എന്നുള്ള സംഭവം തന്നെ എടുക്കരുത്. ഇവിടെ നല്ല കോട്ടൻ്റെ തുണി കൊണ്ട് നല്ല ഉഷാറായി തുടച്ചാൽ എത്ര ക്ലിയർ ഉണ്ടാവുന്നോ. ഉമ്മ പറഞ്ഞത് കേട്ട് അവൾ അതെല്ലാം അങ്ങനെ ചെയ്യുന്നു.
അവൾക്ക് ജോലി ചെയ്യുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ മനസ്സിനുള്ളിലെ ഈ ഒരു വേദന, തൻ്റെ സിനു തന്നിൽ നിന്ന് തന്നെ വിട്ടു പോവുകയാണല്ലോ, സിനുവിന് മറ്റൊരു പെണ്ണ് ഇണയാവുകയാണല്ലോ എന്നാലോചിച്ചപ്പോഴാണ് വല്ലാത്ത ഒരു വിഷമം വന്നത്. റബ്ബേ, എനിക്ക് മരിക്കുവോളം ഭർത്താവായിട്ട് എനിക്ക് സിനുവിന് തന്നെ മതി. അല്ലാ, എനിക്ക് സിനുവിന് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് നല്ല സ്നേഹമാണ്. സിനു ഒന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ സങ്കടം കേൾക്കാൻ ഇനി ആരും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിലും എന്തിനാ, എനിക്ക് വേണ്ടിയല്ലല്ലോ വരുന്നത്, മറ്റാർക്കോ വേണ്ടിയാണ് സിനു വരുന്നത്. അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. റബ്ബേ, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ സിനു എത്തും. എന്തൊക്കെയായിരിക്കും എന്നെനിക്ക് അറിയുന്നില്ല. റബ്ബേ, നീ കാക്ക്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.